ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله كل صحابة أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇസ്ലാമിക് തിയോളജിയുടെ ഏറ്റവും ബേസിക് എലമെൻ്റാണ് തൗഹീദ്, വൺനെസ് ഓഫ് ഗോഡ് എന്നുള്ളത്. അതിനെ വിശദീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ അവൻ്റെ എസൻസിലും ആട്രിബ്യൂഷൻസിലും ആക്ഷൻസിലുമെല്ലാം ഏകനാക്കുക, ഒരു പങ്കാളിയുമില്ല എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. ഇവിടെ തൗഹീദിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഇബ്നു തൈമിയ്യയാണ്. തൗഹീദിനെ 3 ഭാഗങ്ങളായി അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വൺനെസ് ഓഫ് ലോർഡ്ഷിപ്പ്, വൺനെസ് ഓഫ് വേർഷിപ്പ്, വൺനെസ് ഓഫ് ആട്രിബ്യൂഷൻസ് ആൻഡ് നെയിംസ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇസ്ലാമിക് തിയോളജിസ്റ്റ്, അഹ്ലുസുന്നയിൽ നിന്നുള്ള ഇസ്ലാമിക് തിയോളജിസ്റ്റിൻ്റെ നിലപാടിൽ നിന്ന് തീർത്തും വിരുദ്ധമാണ്, ഇജ്മാഇനെതിരാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇതിൽ നിന്നും വൺനെസ് ഓഫ് ആട്രിബ്യൂഷൻസ് ആൻഡ് നെയിംസ് എന്നതിൻ്റെ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൻ്റെ നിരർത്ഥകതയും അബദ്ധങ്ങളും ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പോൾ ഇതിന് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്ന നിർവചനം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ റസൂലും അള്ളാഹുവും എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തി കൊടുക്കുക, യാതൊരു വ്യാഖ്യാനങ്ങളും പാടില്ല എന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അള്ളാഹുവിനൊക്കെ ആട്രിബ്യൂഷൻസ് ഉണ്ട്, സിഫത്തുകൾ ഉണ്ട് എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലൊരു തൗഹീദ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരാൻ കാരണം അഹ്ലുസുന്നയുടെ പല നിലപാടുകളെയും ക്രിറ്റിസൈസ് ചെയ്യാനാണ്. കാരണം നമുക്കറിയാം ഖുർആനിലും ഹദീസിലും എല്ലാം ഒരുപാട് ആംബിഗ്യസ് വേഴ്സസ് ഉണ്ട്. മുതശാബിഹാത്തായ സ്ഥലങ്ങൾ അള്ളാഹുമായി അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ അഹ്ലുസുന്നയുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിലപാട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അബ്സല്യൂട്ട് പെർഫെക്ഷന് എതിരാകുന്ന രൂപത്തിൽ ഒരു കൈകടത്തലുകളും ഒരു രൂപത്തിലെ ഇടപെടലുകളും അവിടെ നടത്താതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബേസിൽ നിന്നുകൊണ്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള മുതശാബിഹാത്തായ സ്ഥലങ്ങളെ കൈകാര്യം ചെയ്തത് 2 രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഏർലി സ്കോളേഴ്സാണ്. അവരവിടെ ഡിഫറൻസ്, അതായത് തഫ്വീൽ, ഇതിൻ്റെ എല്ലാം ഇന്നർ മീനിങ് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, അത് നമ്മോട് അറിയൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് എന്ന രൂപത്തിലാണ്. പക്ഷേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രത്യക്ഷാർത്ഥം അവിടെ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് അവരവിടെ പറയുന്നുണ്ട്. അതിനവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ കാരണം പിന്നീട് വരുന്ന സലഫികളും പറയുന്ന വാദം നമ്മുടെ നിലപാടും തഫ്വീലാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ പ്രത്യക്ഷാർത്ഥം വെക്കും. പക്ഷേ സലഫുകൾ ഒരിക്കലും അതിൻ്റെ പ്രത്യക്ഷാർത്ഥം ഉദ്ദേശമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണെന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് ലേറ്റർ സ്കോളേഴ്സാണ്, പിന്നീട് വരുന്ന ഖലഫുകളാണ്. അവരവിടെ സ്വീകരിച്ച കൈകാര്യം എന്ന് പറയുന്നത്, അവരുടെ നിലപാട് എന്ന് പറയുന്നത് അവിടെ അള്ളാഹുവിനോട് യോജിക്കുന്ന, അള്ളാഹുവിൻ്റെ അബ്സല്യൂട്ട് പെർഫെക്ഷന് യോജിക്കുന്ന രൂപത്തിൽ അതിന് ഇന്റർപ്രിറ്റേഷൻ നൽകുക എന്നുള്ളതാണ്. അതായത് അറബിക് ലിറ്ററേച്ചറിൽ അതിന് നൽകാൻ പറ്റുന്ന അള്ളാഹുവിനോട് യോജിക്കുന്ന രൂപത്തിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് യദുല്ലാഹി എന്ന് പറയുമ്പോൾ അറബി സാഹിത്യത്തിൽ സാധാരണ യദ് എന്നുള്ളത് സഹായം എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ പെർഫെക്ഷനോട് ഒരു രൂപത്തിലും എതിരാകുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ സഹായം എന്ന ഉദ്ദേശമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ അള്ളാഹുവിനോട് യോജിക്കുന്ന രൂപത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വന്ന ഉലമാക്കൾ സ്വീകരിച്ച നിലപാട്. എന്നാൽ ഇബ്നു തൈമിയ്യയുടെ വക്താക്കൾ ഇവിടെ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് രണ്ടും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് അവിടെ ഡിക്ഷണറി മീനിങ് എന്താണോ അത് തന്നെ അള്ളാഹുവിലേക്ക് ചേർത്ത് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അള്ളാഹുവിനേക്ക് കരങ്ങളുണ്ട്, അള്ളാഹുവിനേക്ക് മുഖമുണ്ട്, അള്ളാഹുവിന് കാലുകളുണ്ട്, വിരലുകളുണ്ട്, ഇത്തരത്തിലാണ് അവർ അതിന് അർത്ഥം പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അള്ളാഹുവിന് ഫിസിക്കൽ ബീങ് ഉണ്ട്, ബോഡി ഉണ്ട് എന്ന് പറയുന്ന മുജസ്സിമത്തിൻ്റെ വാദത്തിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. അത് തീർത്തും കുഫ്രിയത്താണ് എന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ലൈസ കമിസ്ലിഹി ശൈഉൻ വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇത്തരത്തിലുള്ള പ്രമാണങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ അള്ളാഹുവിനക്ക് ജിസ്മുണ്ട് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനക്ക് ബോഡി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളോട് തുല്യപ്പെടുത്തലാണ്. എന്നാൽ ഇതിന് മറുപടിയായി അവർ പറയാറുള്ളത് അള്ളാഹുവിന് ബോഡി ഉണ്ട്, പക്ഷേ നമ്മുടെ ബോഡി പോലെയല്ല, ജിസ്മുൻ ലാ കഅജ്സാമിന എന്ന് പറയും. പക്ഷേ അതും മുജസ്സിമത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വിഭാഗക്കാരുടെ അഭിപ്രായമാണ്. അവരുടെ വാദം കുഫ്രിയത്താണ് എന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അത് അഹ്ലുസുന്നയുടെ ആദർശത്തിനോട് ഒരു രൂപത്തിലും യോജിക്കുന്നില്ല എന്നുള്ളത് അത് തീർത്തു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുജസ്സിമത്തിൻ്റെ വാദത്തിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. അവിടെ മറ്റൊരു വലിയ അബദ്ധം എന്ന് പറയുന്നത് അവർക്ക് തന്നെ വലിയ കോൺട്രാഡിക്ഷൻ സംഭവിക്കുന്നുണ്ട്. കാരണം നമുക്ക് സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി എന്നുള്ളത്. അവർ പറയുന്നത്, മുജാഹിദുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യയുടെ വാദക്കാർ പറയുന്നത് അതിന് പ്രത്യക്ഷാർത്ഥം തന്നെ
വെക്കണം. പക്ഷേ അള്ളാഹുവിൻ്റേത് നമ്മുടേതിനേക്കാൾ വലിയ അയലയാണ്, നമ്മൾക്കുള്ളതിനേക്കാൾ വലിയ മർത്തബുള്ള പവിത്രതയുള്ള ഓർഗൻസാണ്, അവയവങ്ങളാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവരെന്ത് പറയണം? ഇവിടെ അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചത് അള്ളാഹുവിൻ്റെ രൂപത്തിലാണ് എന്നാണ് അവർ അർത്ഥം പറയേണ്ടി വരിക. അവർ നേരത്തെ പറഞ്ഞത് യദുല്ലാഹി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് കൈ എന്നൊരു ഓർഗൻ ഉണ്ട്, ഒരു അവയവമുണ്ട്, പാർട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇതിന് തുല്യമല്ല, കുറച്ചുകൂടി മഹത്വമുള്ളതാണ്, നമ്മൾ പറയുന്നത് പോലെയുള്ളതല്ല എന്ന്. എന്നാൽ ഇവിടെ സൂറത്ത് എന്നതിന് അവർ പ്രത്യക്ഷാർത്ഥം വെക്കുമ്പോൾ അള്ളാഹു തആല ആദം നബിയെ പടച്ചത് അള്ളാഹുവിൻ്റെ സൂറത്തിലാണ് എന്ന് അർത്ഥം വെക്കേണ്ടി വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ സൂറത്തും ആദം നബിയുടെ സൂറത്തും ഒന്നാണെന്ന് പറയേണ്ടി വരും. ഇത്തരത്തിൽ വലിയ കോൺട്രാഡിക്ഷൻ സംഭവിച്ചത് അവർക്ക് ലോജിക്കൽ ഫാലസി നേരത്തെ സംഭവിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ അർത്ഥം വെക്കുമ്പോൾ മുജ്സിമത്തിൻ്റെ വാദത്തിലേക്ക് അവർ എത്തിപ്പെടുന്നു. മുജ്സിമത്തിൻ്റെ വാദത്തിലേക്ക് അവർ എത്തിപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അവർ അള്ളാഹുവിന് ഓർഗൻസുകൾ കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ദാത്തി എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ എസൻസി എന്ന് പറയുമ്പോൾ അള്ളാഹു ഒരു മൾട്ടിപ്പിൾ ബീങ് ആണെന്ന് പറയേണ്ടി വരും. അള്ളാഹു മൾട്ടിപ്പിൾ ബീങ് ആണെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പെർഫെക്ഷനെ ബാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഒരു മൾട്ടിപ്പിൾ ബീങ് അതിൻ്റെ പാർട്ടുകളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുക. അപ്പോൾ അള്ളാഹുവിന് അവിടെ കണ്ടിൻജൻസി വരികയാണ്, അള്ളാഹു ഒരു കണ്ടിൻജൻറ്റ് ബീങ് ആണെന്ന് പറയേണ്ടി വരികയാണ്. അത് അള്ളാഹുവിൻ്റെ പെർഫെക്ഷനെ ബാധിക്കുന്നുണ്ട്. കാരണം ഒരു മൾട്ടിപ്പിൾ ബീങ് അതിൻ്റെ ജുസുകളെ, അതിൻ്റെ പാർട്ടുകളെ ആശ്രയിച്ചാണ് നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ ഭീമാബദ്ധം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ എറ്റേണിറ്റിയെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നമുക്ക് ഒബ്വിയസ്ലി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്, ഒരു മൾട്ടിപ്പിൾ ബീങ്ങിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടുകളുടെ എക്സിസ്റ്റൻസിന് ശേഷമായിരിക്കും എന്നുള്ളത്. അവിടെ ഒന്നുകിൽ ടൈം ബേസ്ഡ് ഡിലേ വരും, അല്ലെങ്കിൽ എസൻസ് ബേസ്ഡ് ഡിലേ വരും. അതായത് തഅഖുറുൻ ദാത്തി അല്ലെങ്കിൽ തഅഖുറുൻ സമായി, ഇത് രണ്ടിൽ ഏത് വന്നാലും അത് അള്ളാഹുവിൻ്റെ പെർഫെക്ഷൻ എതിരാണ്, അള്ളാഹുവിൻ്റെ എറ്റേണിറ്റിക്ക് എതിരാണ്, അള്ളാഹുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസിന് വിരുദ്ധമായ നിലപാടാണ് ഏതെങ്കിലും രൂപത്തിലുള്ള ഡിലേ അള്ളാഹുവിൻ്റെ ദാത്തിന്, അള്ളാഹുവിൻ്റെ എസൻസിന് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അള്ളാഹു ഒരു മൾട്ടിപ്പിൾ ബീങ് ആണ് എന്നുള്ളത് ഒരിക്കലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ ഇവർ അള്ളാഹുവിനേക്ക് ഇത്തരത്തിലുള്ള ഓർഗൻസുകൾ ചേർത്ത് പറയുമ്പോൾ, അള്ളാഹുവിന് കൈകളും കാലുകളും ഊരയും ഇതെല്ലാം അള്ളാഹുവിനേക്ക് ഉണ്ട് എന്ന് ചേർത്ത് പറയുമ്പോൾ അള്ളാഹു ഒരു മൾട്ടിപ്പിൾ ബീങ് ആണെന്ന് വരുന്നു. അത് അള്ളാഹുവിനേക്ക് അഹ്ലുസുന്നയുടെ ജമാഅത്ത് സങ്കല്പിച്ച അഹ്ലുസുന്നയുടെ സങ്കല്പപ്രകാരമുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തഅ്വീലിനെ, ഇൻ്റർപ്രിട്ടേഷനെ അവർക്കൊരിക്കലും തന്നെ തീർത്തും നിഷിദ്ധമാക്കാൻ സാധിക്കുകയില്ല. കാരണം പല സ്ഥലങ്ങളിലും അവർക്ക് തന്നെ തഅ്വീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, കുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹല്ലാത്ത എല്ലാം നശിച്ചു പോകും. അവരവിടെ എന്താണ് അർത്ഥം വെക്കുക? അവർക്ക് നിരവധി, അള്ളാഹുവിനിക്ക് നിരവധി ഓർഗൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുഖം എന്ന പാർട്ടല്ലാത്ത മറ്റൊക്കെ നശിച്ചു പോകുന്നവർക്ക് പറയേണ്ടി വരികയാണ്. പക്ഷെ അവരവിടെ പറയില്ല, അവരവിടെ തഅ്വീൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു തആല പറയുന്നുണ്ട്, ഞാൻ രോഗിയായി മരീൽതു ഫലം തഅുദ്നി, നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അവിടെ അള്ളാഹു തന്നെ അതിൻ്റെ തഅ്വീൽ പറയുന്നുണ്ട്. ഞാൻ രോഗിയായി എന്ന് പറഞ്ഞാൽ എൻ്റെ അടിമ രോഗിയായി, എന്നെ നീ അവിടെ എത്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അള്ളാഹു തന്നെ തഅ്വീൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ തഅ്വീലില്ല എന്ന് അതിൻ്റെ തഅ്വീലിൻ്റെ കവാടം ഒന്നായി കൊട്ടിയടക്കാൻ അവർക്ക് സാധിക്കുകയില്ല. പല സ്ഥലത്തും അവർ തന്നെ തഅ്വീൽ ചെയ്യേണ്ട അവസരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി അബദ്ധങ്ങളിലേക്ക് അവർ ചെന്നുവെത്തുന്നത് അവർക്ക് ഈ ഒരു തഅ്വീലിൻ്റെ വാതിൽ അവർ കൊട്ടിയടച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ കോൺട്രാഡിക്ഷനും അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലുമെല്ലാം പരമാബദ്ധങ്ങളാണ്, തീർത്തും അബദ്ധങ്ങളാണ് വിശ്വാസത്തിലേക്ക് അവർ കടത്തിക്കൂട്ടുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വം തൗഹീദിന് വരെ അവർ വീണ്ടും പുതുക്കി കൊണ്ടുവരികയാണ്. അതിൻ്റെയൊക്കെ കാരണം മുഅ്മിനീങ്ങളുടെ, വിശ്വാസികളുടെ വിശ്വാസത്തിൽ അവർ പിഴവ് സംഭവിപ്പിക്കാൻ കാരണം, അവർക്ക് ആശങ്കകൾ ഉണ്ടാക്കാൻ കാരണം അവരുടെ ഇത്തരത്തിലുള്ള നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.